സർ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള RBCs-ഉം WBCs-ഉം പ്ലേറ്റ്ലെറ്റ്സും മുഴുവൻ ഉണ്ടാക്കുന്നത് ബോൺ മാരോയിലാണ്. ഇതുണ്ടാകുന്നത് എവിടെയാണ്? ബോൺ മാരോയിലെ മൂലകോശത്തിൽ നിന്നാണ്. അപ്പോൾ മൂലകോശമാണ്, അതായത് സ്റ്റെം സെൽ, ഇതാണ് ഇതിനെ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ റോ മെറ്റീരിയലും പോയിൻറ്റും. അപ്പോൾ പണ്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡോണറുടെ ബോൺ മാരോ മൊത്തം എടുത്ത് പുറത്ത് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അത് ചെയ്യാറില്ല. ഇന്നിപ്പം കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മരുന്ന് യൂസ് ചെയ്ത് ഈ സ്റ്റെം സെൽസിനെ പെരിഫറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളൊരു മെഷീനിലോട്ട് പേഷ്യൻറ്റിനെ കണക്ട് ചെയ്ത് ഈ സ്റ്റെം സെല്ലെടുത്താണ് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് സാധനം വാങ്ങിക്കുന്നത് പോലെയാണ്. ഈ ക്രെഡിറ്റ് കാർഡിൻ്റെയാണ് ഈ സ്റ്റെം സെല്ല് ചെയ്യുന്നത്. നമ്മൾ കാശൊന്നും കൊണ്ട് നടക്കാറില്ലല്ലോ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ റോളാണ് ഈ സ്റ്റെം സെല്ല് ചെയ്യുന്നത്. ഇത് ആർക്കാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമത്തത്, ഈ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ വന്ന് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടാമത് റിലാപ്സ് ചെയ്യും. അത് റിലാപ്സ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫിറ്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് അവരെ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതിൽ ഹൈ റിസ്ക്കും ഇൻ്റർമീഡിയറ്റ് റിസ്ക്കുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് രോഗം കംപ്ലീറ്റ് റെസ്പോൺസിലേക്ക് പോയാൽ തന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കംപ്ലീറ്റ് റെസ്പോൺസാണ്, ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാണ്, എന്തിനാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്? നമ്മൾ കംപ്ലീറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ പെരിഫറൽ സ്മിയറും ഒക്കെ നോക്കി എല്ലാം നോർമലായി. പക്ഷേ ഇത് ആണെങ്കിൽ തന്നെയും ഒരുപാട് സെൽസ് മൈക്രോസ്കോപ്പിക്കിൽ, സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലർ ലെവലിൽ ബോൺ മാരോയ്ക്കകത്തുണ്ട്. അതിനെ മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ടേ സാധ്യതയുള്ളൂ. അത് അത് രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യും. ഒന്ന്, ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ സ്റ്റെം സെല്ലെടുത്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് എന്നും, ഒരു ഡോണറിൻ്റെ മാച്ച് ചെയ്ത സ്റ്റെം സെല്ലെടുത്ത് കൊടുക്കുന്നത് അതിനെ അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്നും പറയും. അലോജനിക് ട്രാൻസ്പ്ലാന്റിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫുള്ളി മാച്ച്ഡ്. ഇപ്പോൾ ഇപ്പം നമ്മുടെ പല കുടുംബങ്ങളിലും ഒന്നും രണ്ടും കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ ഇവർക്കൊരു മാച്ച് കിട്ടാനുള്ള സാധ്യത തുലോം കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഹാഫ് മാച്ചും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിനെ ഹാപ്ലോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. ഇത് ആണിപ്പം കൂടുതലും ഉപയോഗിച്ച് വരുന്നത്. അതിന് ചിലവ് കുറച്ച് ജാസ്തി ഉണ്ടാവും. മൂന്നാമത്തത് ഒരു മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ. ഈ മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ HLA ടൈപ്പിംഗ് ചെയ്യും. എന്നിട്ട് അതൊരു നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ട്യൂമർ രജിസ്റ്ററേറ്റ് അതിന് ഫീഡ് ചെയ്യും. അത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി ഇത് മുഴുവൻ സെർച്ച് ചെയ്ത് ഈ ലോകത്ത് എവിടെയാണ് ഇതിനകത്ത് മാച്ച് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് അവരവിടുന്ന് ഈ ഡോണറിനെ കോൺടാക്റ്റ് ചെയ്ത് അവിടുന്ന് അതിനെ സ്റ്റെം സെല്ല് കളക്ട് ചെയ്ത് നമുക്ക് ഇന്ത്യയിലോ ഏത് രാജ്യത്താണോ അത് ആവശ്യമുള്ളത് അവിടേക്ക് അത് കൊണ്ടുവരും. ഈ പറയുന്ന പോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പേനയെടുത്ത് മറ്റെടുത്ത് കൊടുക്കുന്ന പോലെ അല്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 വർഷത്തോളം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ കുറയ്ക്കുന്നത് കുറച്ച് മരുന്നൊക്കെ കൊടുത്താണ്. പക്ഷേ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. ഈ GVHD ആണ് ഈ ആളിനെ ഈ പിൽക്കാലത്ത് ഈ അസുഖം തിരിച്ചു വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഞാണിന്മേലുള്ള കളിയാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ ആ GVHD കൂടുകയും ചെയ്യരുത്, അതേസമയത്ത് അധികം കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ലെവലിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻസ് ആർ ലോങ് ടേം സർവൈവേഴ്സ്.